Good morning. Welcome to Reena's Evergreen Garden. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കെട്ടുചായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ടൈ ആൻഡ് ഡൈനെ കുറിച്ചാണ്. തുണി എങ്ങനെയാണ് ചായം മുക്കുക, അതും ഡിസൈൻ ആദ്യം ഉണ്ടാക്കി പലതരത്തിൽ കെട്ടുകൾ ഇട്ടിട്ടാണ് ഡിസൈൻ ഉണ്ടാക്കുക. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 2 തരത്തിലുള്ള കെട്ടുകളാണ്. ഒന്ന് ബാന്തിനി കെട്ടും, ഒന്ന് ഷിബോരി കെട്ടും. ഈ കെട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം തുണി തിളച്ച വെള്ളത്തിൽ ചായമിട്ട് അതിലേക്ക് ഉപ്പിട്ട് തുണിയിട്ട് മുക്കുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാനും കാണിക്കാനും പോകുന്നത്. ഇന്ന് ഞാൻ ഇതിൽ 2 കളറുകളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ റെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ റെഡ് തിളച്ച വെള്ളത്തിലേക്ക് തുണിയിട്ടതിന് ശേഷം അതിലേക്കും ഉപ്പൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഈ തിളച്ച വെള്ളത്തിലേക്ക് പിന്നെ നമുക്ക് തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അത് പിന്നെ വീണ്ടും പച്ചവെള്ളത്തിലേക്ക് ഫ്രഷ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ തുണി ഒരു 15 മിനിറ്റ് എങ്കിലും ആ വെള്ളത്തിൽ ഫ്രഷ് വാട്ടറിൽ ഇരിക്കണം. ആ ഫ്രഷ് വാട്ടറിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് തണലത്ത് ഇട്ട് ഉണക്കാം. അങ്ങനെ തണലത്ത് ഇട്ട് ഉണക്കുന്ന തുണി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടുകൾ നമുക്ക് അഴിച്ചു തുടങ്ങാം. അങ്ങനെ അഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഏതാണോ കെട്ടുന്നത് ആ തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് കാണാം. അങ്ങനെ ഓരോ കെട്ടും ഇതുപോലെയുള്ള കെട്ടുകൾ പല ഡിസൈനിലും നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇത് ഒരു നോട്ട് വെച്ചിട്ടുണ്ട്, കുറേ റബ്ബർ ബാൻഡ് വെച്ച് പല ഡിസൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിസൈൻസ് അഴിക്കുമ്പോൾ ഇപ്പോൾ ഇത് വൈറ്റ് തുണിയാണ്. ഇത് മാറ്റി കെട്ടുകളൊക്കെ മാറ്റുമ്പോൾ അത് നമുക്ക് റെഡ് മുക്കിയ തുണികൾ നമുക്കത് വൈറ്റായി മാറും, വൈറ്റ് ഡിസൈൻസായി മാറും. ഇതാണ് ഞാനിപ്പോൾ സാധാരണ ഒരു സിമ്പിൾ നോട്ട് ഇട്ടിട്ട് ആ സിമ്പിൾ നോട്ട് അഴിക്കുമ്പോൾ കിട്ടുന്ന കളേഴ്സ് കണ്ടോ. അപ്പോൾ ഇതിൽ വൈറ്റ് ഡിസൈനായിട്ടാണ് ഈ ചെറിയ ചെറിയ നോട്ട് മാറ്റി ആ കെട്ട് അഴിച്ചു വരുമ്പോൾ ആ കെട്ടിയ ഭാഗം വൈറ്റ് മാത്രമായിട്ട് നിൽക്കും. കാരണം വൈറ്റ് തുണി ആയതുകൊണ്ടാണ് വൈറ്റായിട്ട് നിൽക്കുന്നത്, ബാക്കിയുള്ള ഭാഗം റെഡ്. അപ്പോൾ റെഡിൽ വൈറ്റ് റൗണ്ട് ഡിസൈൻസായിട്ട് കാണാൻ നമുക്ക് പറ്റും. വലിയ ഡിസൈനായിട്ട് അഴിക്കുമ്പോൾ നമുക്ക് ആ വലിയ ഡിസൈനിൻ്റെ പാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് വലിയ ഡിസൈനായിട്ടാണ് വരുന്നത്, വലിയ റൗണ്ട്. അതിൽ ഡിഫറെൻറ്റ് റൗണ്ട്സാണ് നമുക്ക് വലിയ റൗണ്ടിൽ നിന്ന് ചെറിയ റൗണ്ടായിട്ട് വരുന്നു. അത് ഒരു വലിയ ഡിസൈനായിട്ട്. ഇതിനാണ് ബാന്തിനി കെട്ട് എന്ന് പറയുന്നത്. ഇനി 2 കളറ് ഞാൻ മുക്കിയെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഞാൻ നീലയാണ് എന്നുവെച്ചാൽ ബ്ലൂ ആണ് ഇതിലിട്ടത്. പഴയ നമ്മുടെ ഉപയോഗിച്ച ബനിയൻസും പുതിയ ബനിയൻസും ഒക്കെ നമ്മൾ നീല കളറ് മുക്കാനാണ്. ഞാൻ 2 കളറ് മുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഇനി അടുത്ത കളറ് ബ്ലൂ ആണ്. ബ്ലൂ മുക്കുമ്പോൾ നമ്മൾ കോട്ടൺ ബനിയൻസ് എടുത്ത് തിളച്ച വെള്ളത്തിൽ വീണ്ടും ബ്ലൂ കളർ ചേർത്ത് വൈറ്റ് കളറിലുള്ള തുണികൾ ആ ബ്ലൂ കളർ ആക്കാനായിട്ട് നമ്മൾ കൂടുതൽ ബനിയൻസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുക്കുമ്പോൾ ഹാഫ് മുക്കാം, ഫുള്ള് മുക്കാം. നമ്മൾ കെട്ടിട്ടിട്ടുള്ളത് മുഴുവൻ ഷിബോരി കെട്ടുകളാണ്. ഈ ഷിബോരി കെട്ടുകൾ നമുക്ക് വുഡൻ സ്പൂൺ വെച്ചിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് വെച്ചിട്ടുണ്ടാക്കാം. തുണി മൊത്തം തിരിച്ച് തെരിക പോലെ ആക്കി കെട്ടിടണ പോലെ ഇടാം. അങ്ങനെ പല ഡിസൈൻസിലും നമുക്ക് വൈറ്റ് ഡ്രസ്സിന് നമുക്ക് ഡിസൈൻസ് ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ടൈ ആൻഡ് ഡൈ കളർ മുക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ ബ്ലൂ കളർ മുക്കിയ ഡ്രസ്സസ്. ബ്ലൂ കളർ ചേർത്തത് മുഴുവൻ ഷിബോരി കെട്ടും, റെഡ് കളർ ചേർത്തത് മുഴുവൻ ബാന്തിനി കെട്ടുമാണ്.
ഇങ്ങനെ രണ്ട് ടൈ ആൻഡ് ഡൈ ആണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അത് രണ്ടുമാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. താങ്ക്